ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനുള്ള ഒരു പരിശീലന മാർഗമായ അബാക്കസിനെ കുറിച്ചാണ്. ഒട്ടുമിക്ക കുട്ടികളുടെയും പ്രശ്നം എന്ന് പറയുന്നത് മാത്സ് തന്നെയായിരിക്കും. മാത്സിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതും ബേസിക് അറിഞ്ഞുകൂടാത്തതുമായ ഒരുപാട് പ്രശ്നങ്ങളാണ് ചില കുട്ടികൾ ഫേസ് ചെയ്യുന്നത്. അതിനൊരു സൊല്യൂഷൻ വേണ്ടേ? അബാക്കസിൻ്റെ ഗുണങ്ങൾ എന്താണ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കിയാലോ? അപ്പം നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഇത് ഒരു അത്ഭുത പരിശീലന മാർഗം തന്നെയാണ്. അതായത് ഇത് കുട്ടികളെ ഗണിതത്തിൽ മാത്രമല്ല അവരുടെ ജീവിതത്തിൽ തന്നെ ഒട്ടേറെ സ്കിൽസ് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ടൂൾ കൂടിയാണ് അബാക്കസ് എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അബാക്കസ് എന്താണ്, അബാക്കസ് കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സ്കിൽസാണ് അവർക്ക് അധികമായിട്ട് മാത്സ് അല്ലാതെ തന്നെ നേടാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അബാക്കസ് എന്നത് ഗണിത കണക്കുകൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പഴയകാല ഉപകരണമാണ്. നിങ്ങളെല്ലാവർക്കും തന്നെ അബാക്കസിൻ്റെ ടൂള് കണ്ട് പരിചയം ഉണ്ടായിരിക്കും. അതിനകത്ത് ബീഡ്സും ഉണ്ട്, റോഡ്സും ഉണ്ട്. ആ ബീഡ്സും റോഡ്സും ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ എങ്ങനെയാണ് അഡീഷൻ ചെയ്യുക, സബ്സ്ട്രാക്ഷൻ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതായത് കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ അബാക്കസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല അബാക്കസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അബാക്കസിൻ്റെ ഉപയോഗം കുട്ടികളിലെ മെൻ്റൽ മാത്സിനെ എങ്ങനെ വളർത്താം എന്നുള്ളതാണ്. അതായത് ഒരു കുട്ടിയെ അബാക്കസ് ക്ലാസ്സിന് വിടുന്നതിലൂടെ, അബാക്കസ് പഠിച്ചെടുക്കുന്നതിലൂടെ ആ കുട്ടിക്ക് മെൻ്റൽ കാൽക്കുലേഷൻ, കോൺസെൻട്രേഷൻ എന്നിവ വളർത്തിയെടുക്കാൻ, ഇതുമാത്രമല്ല ഒരുപാട് സ്കിൽസ് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് അബാക്കസ്. അബാക്കസ് പഠനത്തിലൂടെ ഒരു കുട്ടിക്ക് അതിൻ്റെ മെമ്മറി ഡെവലപ്മെൻറ്റിന് ഏറ്റവും സഹായിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ നോക്കാം. ഒരു കുട്ടി അബാക്കസിന് പോയി കഴിഞ്ഞാൽ, അബാക്കസ് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഗുണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് മാത്സ് ഈസി ആവും എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അതായത് മെൻ്റൽ മാത്സ് കുട്ടികൾക്ക് വേറൊന്നിൻ്റെ സഹായം ഇല്ലാതെ തന്നെ അവർക്ക് മനക്കണക്കായിട്ട് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ പോലുള്ള ബേസിക് ആയിട്ടുള്ള മാത്സിൻ്റെ കാൽക്കുലേഷൻസ് കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ വർദ്ധിക്കും. അതായത് അവർക്ക് ഫോക്കസ് കൂടും. തീർച്ചയായും അവർ ആദ്യം പഠിക്കുന്നത് ആ ബീഡ്സും റോഡ്സും ഉപയോഗിച്ചാണ്. പിന്നെ അവർ അതിൽ നിന്ന് മാറി മെൻ്റൽ മാത്സിലേക്ക് പോകും. അത് ഉപയോഗിക്കാതെ തന്നെ മെൻ്റൽ മാത്സിലേക്ക് പോകും. അതുവഴി അവർക്ക് കോൺസെൻട്രേഷൻ, അവരുടെ ഫോക്കസ് കൂടാനായിട്ട് സഹായിക്കും. പിന്നെയുള്ള ഗുണം എന്ന് പറയുന്നത് തീർച്ചയായും മെമ്മറി പവറാണ്. അതായത് അവർക്ക് ഓഡിറ്ററി ആയിട്ടും വിഷ്വലായിട്ടും ഉള്ള മെമ്മറി പവർ വളരെ വലുതായിട്ട് തന്നെ അവർക്ക് കൂടാനായിട്ട് സഹായിക്കും. അതുപോലെ വിഷ്വലൈസേഷൻ, അവർക്ക് പല കാര്യങ്ങളും, അതായത് മാത്സ് മാത്രമല്ല ബാക്കി സബ്ജക്റ്റ് ആയാലും അല്ലാത്ത ഓരോ പ്രോബ്ലംസ് എന്ത് തന്നെ ആയാലും അവർക്ക് വിഷ്വലൈസേഷൻ്റെ പവർ, വിഷ്വലൈസേഷൻ്റെ കപ്പാസിറ്റി, അതായത് മെൻ്റലി അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനുള്ള പ്രോബ്ലം സോൾവിങ് സ്കില്ലും അവർക്ക് ഉണ്ടാക്കാനായിട്ട് ഈ അബാക്കസ് പഠനത്തിലൂടെ സാധിക്കും. അതുപോലെ മറ്റൊരു ഗുണമാണ് അവരുടെ അനലിറ്റിക്കൽ തിങ്കിങ് വളർത്തുക എന്നുള്ളത്. റീസണിങ്, ലോജിക്ക് പോലുള്ള പ്രോബ്ലം സോൾവിങ്ങും ആയിട്ടുള്ള ഒരുപാട് സ്കിൽസ് അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് മറ്റൊരു ഗുണം. അതുപോലെ തന്നെ അവർക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. അതായത് മാത്സ് എന്ന് പറയുന്നത് മിക്കവർക്കും ഒരു ടഫ് സബ്ജക്റ്റ് തന്നെയാണ്. ഈ കാൽക്കുലേറ്റർ ഇല്ലാതെ മെൻ്റൽ കാൽക്കുലേഷൻസ് വഴി അവർക്ക് ഒരുപാട് മാത്സിൻ്റെ ഈസി പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് വഴി അവർക്ക് തീർച്ചയായും സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ അവർക്ക് ഡിസിപ്ലിനും പേഷ്യൻസും, അതായത് ശാന്തത, അവർക്ക് തീർച്ചയായും ഈ സെൽഫ് കോൺഫിഡൻസ്, മെൻ്റൽ കാൽക്കുലേഷൻസ്, അതുപോലെ മെമ്മറി പവറൊക്കെ കൂടുമ്പം അവരുടെ പേഷ്യൻസും ഡിസിപ്ലിൻ്റെ ലെവലും കൂടുക തന്നെ ചെയ്യും. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഫുൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു ടൂളാണ് അബാക്കസ്. അതായത് കുട്ടികളുടെ മെൻ്റൽ കാൽക്കുലേഷൻ, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുക, അതുപോലെ സോഫ്റ്റ് സ്കിൽസ് വർദ്ധിപ്പിക്കുക, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് പഠിക്കുന്നതിലൂടെ തന്നെ ഒരു സബ്ജക്റ്റ്, അതായത് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് മാത്രമല്ല അവർക്ക് കോൺസെൻട്രേഷൻ, ഫോക്കസ് കിട്ടാനായിട്ട് പോകുന്നത്, ഒരുപാട് സ്കിൽസും അതുപോലെ തന്നെ നമ്മുടെ റീഡിങ് ഹാബിറ്റ് കൂട്ടുക, അതിലൂടെ കോൺസെൻട്രേഷൻ കൂട്ടുക, പിന്നെ അവർക്ക് അതുപോലെ മ്യൂസിക്, അങ്ങനെ സ്പോർട്സ്, ഈവൻ സ്പോർട്സ്, അങ്ങനെയുള്ള ഒരുപാട്
മേഖലകളിൽ അവർക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അതുപോലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവർക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്.